വേലമ്മ, നീ എവിടെയായിരുന്നു? ഞാൻ എന്താ അത് കയ്യില്? കാണട്ടെ, കാണിക്കാൻ. ഓഹോ, മരുന്നാണ്. ഡോക്ടർ ശാന്തിക്ക് നിർദ്ദേശിച്ചായിരിക്കും. അതോ മറ്റുവല്ലവൻ തന്നേക്കാണ്? കുഞ്ഞിന് ഉറക്കം കിട്ടാൻ രാജഗോപാലന്റെ സഹായം അല്ലേ? ശാന്തി ഒരിക്കലും ഉണരാത്ത വിധത്തിൽ ഉറക്കിക്കിടത്തേണ്ടത് എന്റെ ആവശ്യമാണ്. അതിനല്ലേ ആ ഡോക്ടർ ഇവിടെ വരുന്നത്? അതിന്റെ ഇടയ്ക്ക് മറ്റുള്ളവർ പറയുന്നത് കേട്ട് ഇത്തരം വിട്ടിത്തനങ്ങൾ കാണിച്ചാൽ അതിന്റെ ശിക്ഷ എന്താണെന്ന് വേലമ്മയ്ക്ക് അറിയാമോ? മരണം വരെ ജയിലിൽ കഴിയുക, അല്ലെങ്കിൽ കൊലമരത്തിൽ കയറുക. വേലമ്മയ്ക്ക് ഇഷ്ടമാണ് കണ്ണു തുറച്ച് നാക്ക് നീട്ടി കൊലമരത്തിൽ കയറാൻ? അല്ല. എങ്കിൽ ഞാൻ പറയുന്നത് അനുസരിച്ചാൽ മതി. നാളെ മുതൽ രാമുണ്ണി ഉണ്ടായിരിക്കും വേലയിന് പകരം തന്നെ സഹായിക്കാൻ. പൊയ്ക്കോളൂ. എനിക്ക് വേണ്ട. മര്യാദക്ക് അനുസരിക്കുന്ന നല്ലത്. ഇല്ല. തൊട്ടുപോരുത് രാമുണ്ണി. എന്നെ തടയാൻ മാത്രം നീ വളർന്നു. അവനെ പിടിച്ച് മാറ്റൂ. അവൻ എന്നെ തല്ലിയത് നിങ്ങൾ നോക്കി നിന്നു. തിരിച്ചു തല്ലാൻ പോലും നിങ്ങളുടെ ആളുകൾ എന്നെ അനുവദിച്ചില്ല. രാമുണ്ണിയുടെ രക്ഷയെ ഓർത്താണ് ഞാൻ അങ്ങനെ ചെയ്തത്. വീരന്റെ ശക്തി നിനക്കറിയില്ല. എനിക്കറിയേണ്ടത് ഈ വീട്ടിൽ യജമാനായിരുന്നാണ്. നിങ്ങളോ വീരയനോ അതോ ആ രാജഗോപാലനോ? നിന്റെ ചോദ്യങ്ങൾക്കൊന്നും പെട്ടെന്ന് ഉത്തരം പറയാൻ എനിക്ക് കഴിയില്ല. ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷ പറയുന്നതാണ് ഞാനിവിടെ നിൽക്കുന്നത്. എന്നാൽ അതിലും വലിയ ശിക്ഷയാണ് ഇവിടെ. എന്തിനാണ് നിങ്ങളെന്നെ ദ്രോഹിക്കുന്നത്? ഞാൻ എന്ത് തെറ്റ് ചെയ്തു? തെറ്റ് ചെയ്തത് ഞാനാണ്. ഒരു സ്ത്രീയും ചെയ്യാൻ പാടില്ലാത്ത കടും ക്രൂരത ഞാൻ ചെയ്തിട്ടുണ്ട് എന്റെ നിലനിൽപ്പിന് വേണ്ടി. എന്നാലും രാമുണ്ണിയെ വേദനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. നിന്റെ ശരീരത്തിൽ ഒരു പോരലേൽക്കുന്നത് പോലും എനിക്കിഷ്ടമല്ല. ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എനിക്ക് ദുഃഖമുണ്ട് രാമുണ്ണി. എന്നോട് ക്ഷമിക്കൂ. രാഗസംഗമം രാമൻ മാറി നിൽക്ക്. എന്നെ തുടരുത് രാമ. വിടണേ രാമണി, വിടണേ, വിടാനാ പറഞ്ഞത്. രാമണി, എടാ നീ എന്നെ മറ്റൊരു ശ്രീദേവി കുഞ്ഞമ്മയാണെന്ന് കരുതിയല്ലേ? ഒരു ദുർബല നിമിഷത്തിൽ നീ കീഴ്പ്പെടുത്തിയത് രക്തവും മാംസവും തുടിക്കുന്ന പച്ചയായ ഈ ശരീരത്തെയാണ്. ഇനി എന്നിലെ സ്ത്രീത്വം ഒരിക്കലും നിനക്ക് വഴങ്ങിത്തരില്ല. ഇനി എന്നിലെ സ്ത്രീയെ ജയിക്കാൻ നിനക്കെന്നല്ല ഈ ലോകത്ത് ഒരു പുരുഷനും കഴിയില്ല. അതാണ് നിന്റെ മോഹമെങ്കിൽ എനിക്ക് പോടാവുന്നത്. I said you get out. ഇല്ല, നിന്നെ ഞാൻ മരിക്കാൻ അനുവദിക്കില്ല. നീ എന്തിനാണ് ചാവാൻ പോകുന്നത്? ജീവിക്കാൻ എനിക്ക് അർഹതയില്ല. നീ ജീവിക്കണം. ആർക്കു വേണ്ടി, എന്തിനു വേണ്ടി ഞാൻ ജീവിക്കണം? നിന്നെ നശിപ്പിക്കാൻ ശ്രമിച്ചവരെ എതിർത്ത് തോൽപ്പിക്കാൻ എനിക്കതിന് കഴിയില്ല. കഴിയും. നീ ആരെയാണ് ഭയപ്പെടുന്നത് അവരെ നേരിടാൻ നിന്നോടൊപ്പം ഞാനും ഉണ്ടാകും. വേണ്ട, എന്റെ വഴിക്ക് എന്നെ വിട്ടേക്കോ. ശാന്തി,
ശാന്തി. ഇപ്പോ ആ പേര് മാത്രമേ ഉള്ളൂ എനിക്ക്. എന്റെ ജീവിതത്തിലെ ശാന്തിയെല്ലാം എന്നെ എനിക്ക് നഷ്ടപ്പെട്ടു. ചെറുപ്പത്തിൽ അമ്മ മരിച്ചു. പിന്നീടെല്ലാം എന്റെ അച്ഛനായിരുന്നു. എന്തിനാണ് കരയുന്നേ? അമ്മയെ ഓർത്താണോ? ഒന്നുമില്ല മോളെ, ഒന്നുമില്ല. വരും മോളെ, നമുക്ക് പോവാം. എങ്ങോട്ടാ അച്ഛാ? മോളെ, അച്ഛൻ കോൺവെന്റ് ചേർക്കാൻ പോവാ. മോള് ഇന്നു മുതൽ ഇവിടെയാ താമസിക്കാൻ പോകുന്നു. അപ്പൊ അച്ഛനും? അച്ഛൻ കൂടെ കൂടെ വന്ന് മോളെ കാണാൻ. നീ പഠിച്ചു മിടിക്കാവണം കേട്ടോ. ചെല്ലു, സിസ്റ്ററോട് ചെല്ലു. വാ മോളെ. അന്നൊക്കെ എന്റെ അച്ഛൻ കൂടെ കൂടെ കോൺവെന്റിൽ വരുമായിരുന്നു എന്നെ കാണാൻ. എന്നാൽ ഞാൻ മുതിർന്നപ്പോൾ എന്റെ അച്ഛൻ എന്നിൽ നിന്ന് അകന്നുപോയി. അതിന് കാരണക്കാരി ആ ജയന്തിയായിരുന്നു. അച്ഛാ, ഇതാരാ അച്ഛാ? മോളെ കുറിച്ച് അച്ഛൻ എന്നും പറയും. പക്ഷെ ശാന്തി ഇത്ര വളർന്ന കുട്ടിയാണ് ഞാനിപ്പോഴാണ് അറിയുന്നത്. എന്റെ വളർച്ച ചിലപ്പോ അച്ഛന് പറഞ്ഞു കാണില്ല. പരിഭവങ്ങളൊക്കെ പിന്നെ പറയാം, വീട്ടിൽ ചെന്നിട്ട്. എനിക്ക് പോരാൻ പറ്റില്ല അച്ഛാ, നാളെ എക്സാം തുടങ്ങിയാണ്. പ്ലീസ് കം. മോക്ക് അവരെ ഇഷ്ടപ്പെട്ടോ? എനിക്കവരെ അറിയില്ലല്ലോ. ജയന്തി എന്നാണ് പേര്. മോക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ അവരെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. മോൾ അമ്മയുടെ സ്ഥാനം. അച്ഛാ, എന്റെ അമ്മയുടെ സ്ഥാനം മറ്റൊരു സ്ത്രീക്കോ? ഇല്ല. ശാന്തി, ഞാൻ പറയുന്നത് കേൾക്കൂ. അച്ഛൻ ഇഷ്ടപ്പെട്ട ഏത് സ്ത്രീയും വിവാഹം കഴിക്കുന്നതിൽ എനിക്ക് എതിർപ്പില്ല. എന്നാൽ ആ സ്ത്രീ അച്ഛന്റെ ഭാര്യയല്ലാതെ എന്റെ അമ്മയാവില്ല, തീർച്ച. ശാന്തി, മോളെ ശാന്തി. പിന്നീട് ഒരിക്കലും എന്നെ കാണാൻ അച്ഛൻ വന്നില്ല. എന്നാൽ ശാന്തി, കുട്ടിയെ വിളിക്കാൻ വന്നതാ. എന്താ വേലപ്പ? എന്റെ അച്ഛനെ കൊന്നത് അവളാണ്, ആ ജയന്തി. അവൾ എന്നെയും കൊല്ലും. ശാന്തി ഭയപ്പെടണ്ട. ഇനി ഒരിക്കലും അവളെ കാണരുതെന്ന് കരുതി ഇറങ്ങി തിരിച്ചവനാണ് ഞാൻ. എന്നാലിപ്പോൾ നിനക്ക് ഇവിടെ ഞാൻ തിരിച്ചു വരാം. നിന്നെ ആരും കൊല്ലില്ല. വരൂ. എന്നെ വിശ്വാസമില്ലേ? രാമുണ്ണിയെ ഇനിയും ആ വീട്ടിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ആപത്താണ്. അവനെ എങ്ങനെ നശിപ്പിച്ചേ തീരും. അവനെ നശിപ്പിച്ചതുകൊണ്ട് നമുക്കൊന്നും നേടാറില്ല. അവളെയാണ് നേരിടേണ്ടത്. അതിന് നിന്റെ ശക്തിയും ആവശ്യവും പറ്റില്ല. അവളെ തറ പറ്റിക്കാനുള്ള വഴി എനിക്കറിയാം. നീ ഇവിടെ നിൽക്കൂ. എന്നെ പ്രതീക്ഷിച്ചില്ലല്ലേ? മിസ്റ്റർ രാജഗോപാൽ, എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? എന്റെ ആഗ്രഹം ഞാൻ നിങ്ങളോട് മുമ്പേ പറഞ്ഞിട്ടുള്ളതാണല്ലോ. അത് ആവർത്തിക്കാനാണോ ഇപ്പൊ ഇവിടെ വന്നത്? അതെ, ഈ നാട്ടിൽ നിങ്ങളെക്കാൾ സുന്ദരികളായ സ്ത്രീകൾ ഇല്ലാഞ്ഞിട്ടല്ല, അവരിൽ പലരും എന്റെ വധുവാകാൻ ആഗ്രഹിക്കാഞ്ഞിട്ടുമല്ല. എങ്കിൽ അവരിൽ ഒരാളെ വിവാഹം കഴിക്കണം. വേണമെങ്കിൽ മുഴുവൻ പേരെ. ആരാണ് തടസ്സം? നീ. ഒരു സ്ത്രീയുടെ മനസ്സെന്താണെന്ന് നിങ്ങൾക്കറിയില്ല. എന്റെ മനസ്സിന് ഇഷ്ടപ്പെട്ട സ്ത്രീയെ കുറിച്ച് എനിക്കറിയൂ. എന്തു പറയുന്നു? ഒരിക്കലും ഞാൻ നിങ്ങളെ വിവാഹം കഴിക്കില്ല. തീർച്ചയാണോ? രണ്ടുപേരെന്റെ ജീവിതത്തിലുണ്ടായി.
ഇനി മറ്റൊരാളും കൂടി ഇല്ല. എണ്ണം തിട്ടമായി പറയുന്നത് നിന്റെ പാതവൃത്തി ഉറപ്പിക്കാനാണോ? എങ്കിൽ നീ ആരുടെ കൂടെയെല്ലാം കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളത് എനിക്കറിയാം. രാജഗോപാൽ, രസിക്കുന്നില്ല അല്ലേ? അനാവശ്യം പറയരുത്. ജയന്തി, ഈ വീട്ടിൽ നിന്റെ ചാർച്ചക്കാരനാണെന്ന് പറഞ്ഞ് ഒരു പയ്യനെ താമസിപ്പിച്ചിട്ടുണ്ടല്ലോ. അവനുമൊത്ത് നീ കഴിഞ്ഞിട്ടില്ലേ? ഇല്ലെന്ന് സത്യം ചെയ്ത് പറയാമോ? ഞാൻ നിന്നെ കുറ്റപ്പെടുത്തുന്നില്ല. ഭർത്താവ് നഷ്ടപ്പെട്ട ഒരു സ്ത്രീ യൗവനം നശിക്കാത്ത ഈ പ്രായത്തിൽ അല്പം പിഴച്ചുപോയാൽ അതൊരു തെറ്റല്ല. എന്നാൽ ആ തെറ്റ് ഇനിയും ആവർത്തിക്കാൻ അനുവദിച്ചുകൂടാ. നീ അവനെ ഉടനെ തന്നെ പറഞ്ഞേച്ചേക്ക്. നിനക്കതിൽ വിഷമം കാണും. അക്കാര്യത്തിൽ നിന്നെ ഞാൻ സഹായിക്കാം. എന്തോ രാമൻ എവിടെ? രാമുൽ ഇപ്പൊ ഇവിടെ നിനക്ക് ഇന്നു മുതൽ ഈ വീട്ടിൽ ജോലിയില്ല. പറഞ്ഞത് കേട്ടില്ലേ? ഇറങ്ങി പോകാൻ. നിന്നെ ഇനി ഈ വീട്ടിൽ കണ്ടുപോകരുത്. നിങ്ങളല്ലല്ലോ എന്നെ ഇവിടെ താമസിപ്പിച്ചത്. പിന്നെ അന്ന് ഞാനൊരു ജോലി അന്വേഷിച്ച് വന്നപ്പോൾ നിങ്ങൾ എന്താണ് വന്നതെന്ന് ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്. ഓർമ്മയുണ്ടല്ലോ. എങ്കിൽ അറിയിക്കൂ. എന്താണ് നീ മിഴിച്ചെടുക്കുന്നത്? ഞാൻ പറഞ്ഞത് നീ അനുസരിക്കില്ലേ? ഇല്ല. ഇല്ലേ? ജയന്തി, ഈ രാജഗോപാൽ ആരാണെന്ന് നിനക്കറിയാമല്ലോ. നിന്നെ ഞാൻ വെറുതെ വിടില്ല. സൂക്ഷിച്ചോ. അതിശയം തന്നെ മോനെ. നിനക്ക് ഈ അഭ്യാസങ്ങളും അടവുകളും അറിയാൻ ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളൂ. ഇന്ന് നേരിട്ട് കണ്ട്. രാമുണി, അതിനകത്ത് ഒരു 2 മർമ്മം എനിക്ക് പറഞ്ഞു തരാം. എന്നിട്ട് വേണം ആ വീരയ്യനെ ഇടിച്ച് ചതച്ച് പിഴിഞ്ഞ് നീരെടുത്ത് കുടിക്കാൻ. അല്ല, ഇത് നമുക്ക് പറ്റിയാണല്ലോ. ഉഴയാൻ കഴിഞ്ഞില്ലല്ലേ? സാരല്ല, ഒന്ന് മുക്കി പിടിച്ച എല്ലാം സുഖം. ഞാൻ പോയി ചൂടുവെള്ളം എടുത്തു തരാം. എന്റെ ആവി പോയി. അല്ല, ഇതിന്റെ ആവി പോയി. ഇനി ഇത് പിടിച്ചിട്ട് പ്രയോജനം.
അതെ. പേടിക്കണ്ട, കൊല്ലാനല്ലേ ഞാൻ വന്നത്. ഓർമ്മിപ്പിക്കാൻ കഴിയൊന്നും ഉണ്ടാക്കാതിരിക്കാൻ. ഈ തോക്ക് അവിടെ തന്നെ ഇരിക്കട്ടെ, മുമ്പതുണ്ടായിരുന്ന സ്ഥാനത്ത്.